ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിവർ ഫ്രൈ ആണ്. ലിവർ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് നമ്മൾ. അതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ബ്രോയിലർ കോഴിയുടെ ആണ് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കതിന് ശേഷം എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി തുടങ്ങി. നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. അടുപ്പ് ഓഫായി പോയി. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കടുകൊന്ന് പൊട്ടി വരട്ടെ. എണ്ണ നല്ലപോലെ ചൂടായി കടുകൊന്ന് പൊട്ടി വന്ന ശേഷം അല്പം കൂടെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇട്ടത് എണ്ണ ചൂടായില്ല. നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പില ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ്റെ ലിവർ ഇട്ട് കൊടുക്കാം. ലിവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളയീർപ്പമുള്ളതുകൊണ്ട് എണ്ണ പൊട്ടിത്തെറിക്കുന്നുണ്ട്. നമ്മൾ ഒരു 3 കോഴിയുടെയാണ്. അപ്പോൾ നമ്മളതൊന്ന് ഇനി ഒന്ന് നല്ലപോലെ എണ്ണയിലൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് എണ്ണയിൽ ഇളക്കി കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുത്ത് എണ്ണ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താലേ ആ വേകുന്ന സമയത്ത് അതിനകത്തൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി നല്ല എണ്ണയിലൊക്കെ ഒന്ന് മിക്സാക്കിയല്ലോ നല്ല എണ്ണയിൽ എന്ത് വരത്തുള്ളൂ. നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തും മിക്സ് ചെയ്തിട്ട ശേഷം നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ എപ്പോഴും മഞ്ഞൾപ്പൊടി ബെസ്റ്റാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സാക്കി എല്ലാത്തിലും പിടിക്കാനാണ് കുട്ടികൾ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് വരെയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ പൊടി തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി തട്ടിയിട്ടുണ്ടേ. അതല്പം എരിയൊക്കെ വേണം. നല്ലപോലെ ഒന്ന് മിക്സാക്കി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് നല്ലപോലെ വെന്തിട്ടുണ്ടേ. നല്ലപോലെ നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ലപോലെ മിക്സായിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് എണ്ണയിൽ നല്ല വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി നല്ലപോലെ നാടൻ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി കോഴിയായതുകൊണ്ട് നല്ല കാര്യമായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല എരിവാണ്. കുരുമുളക് പൊടിയിലൊക്കെ ഇതുണ്ടെങ്കിൽ രസമുള്ളൂ. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം നല്ല എരിയിലേ ഉണ്ടാക്കാവും. എരിയിലുണ്ടാക്കിയാലേ നല്ല രസമായിരിക്കും. പിന്നെ നമ്മൾ മാക്സിമം അങ്ങനെ അനിയത്തിമാരും പൊന്നും ഒക്കെ ഉള്ളതുകൊണ്ട് എരി വലുതായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് ചെറുതായിട്ടൊക്കെ നമ്മൾ എരി ഉപയോഗിക്കുള്ളൂ. സെറ്റപ്പായിട്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.